പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് 2020 ഡിസംബർ 23 NDPCയുടെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന 2021 ഡിസംബർ 28 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് കോസ് തീറ്റ ഈക്വൽ ടു 3/5 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ തീറ്റ. എന്താ പറഞ്ഞിരിക്കുന്നത്? കോസ് തീറ്റയുടെ വാല്യൂ 3/5 ആണെങ്കിൽ എന്താണ് ടാൻ തീറ്റയുടെ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. രണ്ട് എന്ന് പറയുന്നത് നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ സാധാരണ പഠിച്ചു വെച്ചേക്കുന്ന പൈതഗോറസ് തിയറം ഉപയോഗിച്ചും ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, കോസ് തീറ്റ ഈക്വൽ ടു 3/5 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഉദാഹരണം കോസ് തീറ്റ തന്നിട്ട് നമുക്ക് ടാനോ കോട്ട് തീറ്റയോ ചോദിച്ചു കഴിഞ്ഞാൽ, ടാൻ തീറ്റ അല്ലെങ്കിൽ കോട്ട് തീറ്റ, കാരണം എന്താ, ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/കോട്ട് തീറ്റയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1/ടാൻ തീറ്റയാണ്. അപ്പോൾ കോസിൻ്റെ വാല്യൂ സൈൻ്റെ വാല്യൂ തന്നിട്ട് നമ്മളോട് ടാൻ്റെയോ കോട്ട് തീറ്റയുടെ ഏതെങ്കിലും വാല്യൂ ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾ പ്രധാനമായിട്ടും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 അല്ലേ. കഴിഞ്ഞ കണക്കിലും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചേക്കുക. എന്താ ഇക്വേഷൻ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇതിനകത്ത് നമുക്ക് കോസ് തീറ്റ തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ നിന്നും അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. മനസ്സിലായോ? എന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്തിൽ നിന്നും സൈൻ സ്ക്വയർ തീറ്റ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കോസ് സ്ക്വയർ തീറ്റയെ 1ൽ നിന്നും മൈനസ് ചെയ്യണം അല്ലേ. ഈക്വൽ ടുൻ്റെ മറു സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? അത് മൈനസ് ആവും. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇനി നോക്കിയേ, നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂ ഒന്ന് ഇട്ട് നോക്കിയേ. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, ഇവിടെ കോസ് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 3/5. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ ആണോ? ഇനി 1 മൈനസ് 3യുടെ സ്ക്വയർ 9 ഡിവൈഡ് ബൈ 5ൻ്റെ സ്ക്വയർ 25. 1 മൈനസ് 9/25. 1 മൈനസ് 9/25. ഇവിടെ ഇങ്ങനെ 1ൽ നിന്നാണ് കുറയ്ക്കാൻ തരുന്നതെങ്കിൽ എളുപ്പ മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1ൽ നിന്നാണ് കുറയ്ക്കാൻ പറയുകയാണെങ്കിൽ എളുപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഡിനോമിനേറ്റർ ഏതാണെന്ന് നോക്കുക. 25 ആണ് ഡിനോമിനേറ്റർ. 25ൽ നിന്നും 9നെ അങ്ങ് മൈനസ് ചെയ്യണം. 25ൽ നിന്നും 9നെ മൈനസ് ചെയ്യുക. 25ൽ നിന്നും 9 മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടും? നമുക്ക് 16 എന്ന് കിട്ടും അല്ലേ. ബാക്കി 16 എന്ന് കിട്ടും. 16 മേളിൽ എഴുതുക, താഴെ 25 എഴുതുക. മനസ്സിലായോ? 1ൽ നിന്നാണ് കുറയ്ക്കാൻ തരുന്നതെങ്കിൽ, 1ൽ നിന്നാണ് ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ കുറയ്ക്കാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ നോക്കുക. ആ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിനെ അങ്ങ് കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എഴുതുക. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നറിയാവോ? ഈ 1ന് പകരം ഇവിടുത്തെ 1ന് പകരം എനിക്ക് ഈ ഡിനോമിനേറ്റർ വരുന്ന നമ്പർ ഉണ്ടല്ലോ 25, എനിക്ക് 25/25 എന്ന് എഴുതാം. 25/25 എത്ര കിട്ടും? നമുക്ക് 1 കിട്ടും അല്ലേ. അപ്പോൾ ആ 1ന് പകരം എനിക്ക് എന്ത് എഴുതാം? 25/25 എന്ന് എഴുതാം. അതിൽ നിന്നാണ് 9/25 കുറയ്ക്കുന്നത്. മനസ്സിലായോ? 1ൽ നിന്ന് 9/25 കുറയ്ക്കാന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ 25 ആയതുകൊണ്ട് ഞാൻ എന്തെടുക്കുന്നു? 25 ഡിവൈഡ് ബൈ 25 എടുക്കുന്നു. അതായത് 1 എന്നാണ് അതിനർത്ഥം അല്ലേ. അതിൽ നിന്നും 9/25 കുറയ്ക്കുന്നു. ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് സെയിം ഡിനോമിനേറ്റർ നമ്മൾ ഇടുന്നു അല്ലേ. 25 മൈനസ് 9 ന്യൂമറേറ്റർ തമ്മിൽ കുറയ്ക്കുമ്പോൾ 16 എന്ന് കിട്ടും. ഇതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. കണ്ടോ? ഇതിൻ്റെ എളുപ്പ വഴിയാണ് പറഞ്ഞത്. എന്താ? ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്റർ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എഴുതുക. എപ്പോൾ? 1ൽ നിന്നും കുറയ്ക്കാൻ തന്നു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 16/25 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ ഇതിൻ്റെ റൂട്ട് എടുക്കണം അല്ലേ. സൈൻ സ്ക്വയർ തീറ്റയാണ് 16/25 എങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്ന 2ൻ്റെ റൂട്ട് എടുക്കുക. 16ൻ്റെ റൂട്ട് 4, 25ൻ്റെ റൂട്ട് 5. എനിക്ക് എത്ര കിട്ടും? 4/5 എന്ന് കിട്ടും. 4/5 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് സൈൻ്റെ വാല്യൂ കിട്ടി, കോസിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സൈൻ്റെ വാല്യൂ കിട്ടി, കോസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടാൻ
ആണ് കണ്ടുപിടിക്കേണ്ടത്. ടാൻ്റെ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? ടാൻ്റെ വാല്യൂ ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇക്വേഷൻ? ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയാണ്. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ടാൻ എന്ന് വിളിക്കുന്നത്, ടാൻ തീറ്റ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയാൽ സൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 4/5. 4/5 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ തന്നിട്ടുണ്ട് 3/5 അല്ലേ? ഇതെങ്ങനെ? രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ തരുമ്പോൾ എന്താ ചെയ്യേണ്ട? ആദ്യത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതുക, ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. രണ്ടാമത്തെ ഫ്രാക്ഷൻ എന്ത് ചെയ്യുക? തല തിരിച്ചിടുക. 3/5നെ തല തിരിച്ചിടുമ്പോൾ 5/3 എന്ന് കിട്ടും. 5ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോയി ആൻസർ 4/3 എന്ന് കിട്ടി. ടാൻ്റെ വാല്യൂ എത്ര? 4/3. ടാൻ്റെ വാല്യൂ 4/3. എങ്ങനെ കണ്ടുപിടിച്ചാൽ? ടാൻ്റെ വാല്യൂ നമുക്കറിയാം. ടാൻ കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ കണ്ടുപിടിക്കണം. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റയാണ് ടാൻ. ഇതിൽ കോസ് തീറ്റ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി എന്ത് കണ്ടുപിടിക്കണം? സൈൻ തീറ്റ കണ്ടുപിടിക്കണം. സൈൻ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ അറിയാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണെന്നറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. അതിൽ നിന്നും ഞാൻ സൈൻ തീറ്റ കണ്ടുപിടിച്ചു. സൈൻ തീറ്റയുടെ വാല്യൂ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയുടെ വാല്യൂ എനിക്ക് ടാൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഇനി ഇതിനകത്തിലെ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയും കൂടെ നോക്കാം. എന്താ പൈതഗോറസ് തിയറം? പൈതഗോറസ് തിയറം പറയുന്നത് ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാംഗിളുടെ കേസിലാണ് നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നത് അല്ലേ? 3 സൈഡുണ്ട്. ഏതൊക്കെയാണ്? ഹൈപ്പർന്യൂസ് ഉണ്ട്, ഒരു അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട് അല്ലേ? ഒരു ബേസ് ഉണ്ട്, ഒരു അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്, ഒരു ഹൈപ്പർന്യൂസ് ഉണ്ട് അല്ലേ? എന്താ സൈൻ എന്ന് പറയുന്നത്? സൈൻ തീറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? സൈൻ്റെ വാല്യൂ സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് എന്താ? സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എതിർവശം ഡിവൈഡ് ബൈ കർണമാണ്. എതിർവശം ഡിവൈഡഡ് ബൈ കർണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പർന്യൂസ്. ഇതാണ് ഇക്വേഷൻ. നമുക്കറിയാം അല്ലേ? സൈൻ്റെ ഇക്വേഷൻ ഇതൊരു തീറ്റ, ഈ ആംഗിളാണ് നമുക്ക് കാണേണ്ടെങ്കിൽ സൈൻ തീറ്റ, ഈ ആംഗിളിൻ്റെ സൈനാണ് നമുക്ക് കാണേണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പർന്യൂസ് ആണ് സൈൻ എന്ന് പറയുന്നത് അല്ലേ? കോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ് ആയിരിക്കും. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ് ആയിരിക്കും കോസ് എന്ന് പറയുന്നത്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ് ആണ് കോസ് എന്ന് പറയുന്നത് അല്ലേ? ടാൻ എന്ന് പറയുന്നത് എന്താ? ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ടാൻ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് എന്തെന്ന് പറയുന്നത്? ടാൻ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ തന്നേക്കുന്ന വാല്യൂ എന്തിൻ്റെയാണ്? കോസിൻ്റെയാണ്. 3/5 എന്ന് തന്നിട്ടുണ്ട്. കോസ് എന്ന് പറയുന്നത് 3/5 ആണ്. കോസ് 3/5 ആണ് അല്ലേ? കോസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3/5. അതിനർത്ഥം എന്താ? അഡ്ജസൻറ്റ് ആംഗിൾ 3ഉം ഹൈപ്പർന്യൂസ് 5ഉമാണ്. നമുക്ക് കൊടുക്കാം ഹൈപ്പർന്യൂസ് 5ഉം അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഈ ആംഗിളാണ് നമ്മൾ കാണണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ ബേസ് ആയിട്ടാണ് 3 തന്നേക്കുന്നത്. അപ്പം ദേ നോക്കിയേ, നമുക്കൊരു ട്രയാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കർണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈപ്പർന്യൂസ് 5ഉം അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ ബേസ് 3ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്കിതേ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 2 സൈഡ് തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. എന്താ അത്? പൈതഗോറസ് തിയറം ഉപയോഗിച്ചു. ഇത് ബേസ് ആണ്, ഇത് ഹൈപ്പർന്യൂസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ? ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. നോക്കിയാൽ ഹൈപ്പർന്യൂസ് എന്ന് പറയുന്ന 5 എന്ന് കിട്ടിയിട്ടുണ്ട്. 5ൻ്റെ സ്ക്വയർ മൈനസ് 3ൻ്റെ സ്ക്വയർ ബേസ് 3 ആണ് അല്ലേ? 25 മൈനസ് 9 16 എന്ന് കിട്ടി അല്ലേ? ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് 16. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √16 ആയിരിക്കും, അതായത് 4 ആയിരിക്കും. അപ്പോൾ ഈ സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു, 4 എന്ന് കണ്ടുപിടിച്ചു അല്ലേ? നമ്മളോട് എന്ത് കാണാനാണ് ചോദിച്ചേക്കുന്നത്? ടാൻ തീറ്റ കാണാൻ ചോദിച്ചു. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ഈ ആംഗിളിൻ്റെ ടാൻ തീറ്റയാണ് കാണുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എത്ര കിട്ടും? നമുക്ക് 4 കിട്ടി. അഡ്ജസൻറ്റ് സൈഡ് എത്രയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചേക്കുന്നത്? 3 അല്ലേ? അതാണ് അഡ്ജസൻറ്റ് സൈഡ് 4/3. കണ്ടോ? ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം.
മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ സൈൻ എന്ന് പറയുന്നത്, സൈൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു ആംഗിളിൻ്റെ സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ് ആയിരിക്കും. കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർന്യൂസ് ആയിരിക്കും. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും. ഇതാണ് ബേസ്. സൈൻ, കോസ്, ടാൻ പഠിക്കാൻ നേരത്ത് ബേസ് പഠിക്കുന്ന സാധനമാണിത് അല്ലേ? ഇതിൽ നിന്നും കോസിൻ്റെ വാല്യൂ എന്നിട്ടുണ്ട് 3/5. അതിൻ്റെ അർത്ഥം അഡ്ജസൻറ്റ് സൈഡ് ഏത് ആംഗിളാണോ എടുക്കുന്നത് ആ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 3ഉം ഹൈപ്പർന്യൂസ് 5ഉമാണ്. ഇനി നമുക്കറിയാം പൈതഗോറസ് തിയറം അനുസരിച്ച് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുന്നു. ആ സൈഡ് വെച്ചുകൊണ്ട് നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിക്കുന്നു. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. അഡ്ജസൻ്റ് സൈഡായിട്ട് നേരത്തെ നമ്മൾ 3 എടുത്തു. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് എന്ത് വരും? 4 എന്ന് വരും. ഓക്കെ ആണോ? 4/3. രണ്ട് രീതിയിലും ചെയ്യുന്ന കണ്ടുപിടിച്ചല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റീഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനാ എവിടുന്ന്? റീസണിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോവിങ് ഇൻഫർമേഷൻ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ. 6 people PQRSTU എന്ന് പറയുന്ന 6 പേര് സിറ്റിംഗ് ഇൻ എ റോ ഫേസിംഗ് ടു ദി നോർത്ത്. വടക്കോട്ട് തിരിഞ്ഞ് നോർത്തിനെ ഫേസ് ചെയ്തിട്ട് ഇവർ 6 പേര് ഇരിക്കുകയാണ്. നോർത്തിനെ ഫേസ് ചെയ്ത്, ഇപ്പോൾ ഇതാണ് നോർത്തെങ്കിൽ, നോർത്ത് ഇവിടെയാണെങ്കിൽ ഇവർ 6 പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. 6 പേര് നോർത്തിനെ ഫേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇരിക്കുകയാണ് എല്ലാവരും. കണ്ടോ? നോർത്തിനെ ഫേസ് ചെയ്ത്, ഇതാണ് നോർത്തെങ്കിൽ ഈ നോർത്തിനെ ഫേസ് ചെയ്ത് 6 പേര് ഇരിക്കുന്നു. PQRSTU എന്ന് പറയുന്ന 6 പേര്. ഇനി എന്താ പറഞ്ഞാൽ? P ആൻഡ് Q ആർ സിറ്റിംഗ് ഓൺ ദി എക്സ്ട്രീം. പിയും ക്യൂവും അറ്റങ്ങളിലാണ് ഇരിക്കുന്നത്, അഗ്രഭാഗങ്ങളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ P, ഇവിടെ Q, രണ്ടറ്റ ഭാഗങ്ങളിലായി, രണ്ട് അഗ്രഭാഗങ്ങളിലായി Pനെയും Qനെയും ഇരുത്തി. T is sitting second to the right of the Q. ഓക്കെ, ക്യൂവിൻ്റെ റൈറ്റ് സൈഡ് ഇതാണ് റൈറ്റ് സൈഡ്. ഓക്കെ, ക്യൂവിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് രണ്ടാമതിരിക്കുന്നത് സെക്കൻഡ് എന്നാണ് പറഞ്ഞേക്കുക. സെക്കൻഡ് ടു ദി റൈറ്റ് രണ്ടാമതിരിക്കുന്നത് ആരാണ്? ടി ആണ്. ക്യൂവിൻ്റെ സെക്കൻഡ് റൈറ്റിലിരിക്കുന്നത് ടി ആണ് സെക്കൻഡ് റൈറ്റിലിരിക്കുന്നത്. There are 2 persons are sitting between U and R. യുവിനും ആറിനും ഇടയിൽ 2 പേർ ഇരിപ്പുണ്ട്. യുവിനും ആറിനും ഇടയിൽ 2 പേർ ഇരിപ്പുണ്ട്. മൊത്തം എത്ര പേരായിരുന്നു? PQRSTU അല്ലേ? മൊത്തം 6 പേരാണ്. മൊത്തം 6 പേര്. നമുക്ക് സീറ്റ് നോക്കാം. ദേ, ഇത് പിയും ക്യൂവും കൂടെ 2 സീറ്റ്, ഇത് 3, ഇത് 4 അല്ലേ? ഇനി 5 ഉണ്ട്, 6. ഇത്രയും സീറ്റാണ് മൊത്തത്തിലുള്ളത്. അതിനകത്ത് ഈ പി ഇരുന്നു, ക്യൂ ഇരുന്നു, ടി ഇരുന്നു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? യുവിനും ആറിനും ഇടയിൽ 2 പേർക്ക് ഇരിക്കാം. യുവിനും ആറിനും ഇടയിൽ 2 പേർക്ക് ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ യു ദേ ഈ ഭാഗത്ത് വരും, 6 ഇവിടെ വരും, അല്ലെങ്കിൽ 6 ഇവിടെ വരും, യു ഇവിടെ വരും അല്ലേ? യുവിനും ആറിനും ഇടയിൽ 2 പേർക്ക് ഇരിക്കാവുന്ന. അപ്പോൾ യു ഒന്നെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ 6 ഓപ്പോസിറ്റ് വരും, അല്ലെങ്കിൽ 6 ഇവിടെ വരുവാണെങ്കിൽ യു എന്ത് ചെയ്യും? അങ്ങേ അറ്റത്ത് വരും. എന്നാൽ മാത്രമേ നടുക്ക് 2 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ. ഈ യുവും ആറും അവിടെ തന്നെ വന്നാൽ. ഓക്കെ, പി ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആറിന് തൊട്ടടുത്ത് വലതുവശത്തായിട്ടാണ് ആരുള്ളത്? പി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 6 ഇവിടെ ആയിരിക്കും അല്ലേ? പിയുടെ ഏറ്റവും അടുത്ത ആളായിരിക്കും 6. പിയുടെ ഇടത് ഭാഗത്ത്, 6ൻ്റെ വലത് ഭാഗത്തായിട്ടാണ് പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 ഇവിടെ ആണെങ്കിൽ യു എവിടെ വരും? ഇവിടെ ആയിരിക്കും യു ഇവിടെ വരും. ഓക്കെ ആണല്ലോ? ഇനി ആരാ ഉള്ളത്? ഇനി ആരാ ഇരിക്കാനുള്ളത്? PI, QI, RI, S ഉണ്ടല്ലേ? S ആയിരിക്കും ഇവിടെ ഉള്ളത്. ഓക്കെ, എസ് ആയിരിക്കും ദേ ഇവിടെ ഇരിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് എസ്? നോക്കിയാൽ റൈറ്റ് ഇതാണെങ്കിൽ ലെഫ്റ്റ് എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ഇതായിരിക്കും ലെഫ്റ്റ് എന്ന് വെച്ചാൽ അങ്ങോട്ട്. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് എസ്? എസിൻ്റെ ഇടത് ഭാഗത്തായിട്ട് മൂന്നാമതുള്ള ആൾ ആരാണ്? നോക്കി, എസിൻ്റെ ഇടത് ഭാഗം എന്ന് വെച്ചാൽ ഈ സൈഡ് അല്ലേ? ഇവിടെ 1, 2, മൂന്നാമതായിട്ട് ആരായിരിക്കുന്നത്? ക്യൂ ആണ് ഇരിക്കുന്നത്. ഓപ്ഷൻ 1. മനസ്സിലായോ? ഇത് എളുപ്പം കണ്ടുപിടിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഏത് ഡയറക്ഷനിലാണോ ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്തിട്ട് അതങ്ങ് ചെയ്താൽ മതി. നിങ്ങളുടെ ഇടതും നിങ്ങളുടെ വലതും. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരത്തില്ല. നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഓർക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇടത് ഭാഗവും നിങ്ങളുടെ വലത് ഭാഗവും കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇഫ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years ഈസ് RS 500 at 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം ടൈം.
എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു എമൗണ്ടിൻ്റെ സാധാരണ പലിശ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 500 രൂപയാണ്. ഒരു ഒരു എമൗണ്ടിൻ്റെ ഒരു തുകയുടെ സാധാരണ 2 വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്ന 500 രൂപയാണ്. എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 10% ഇൻട്രസ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം ടൈം. ഇതേ സമയത്തുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ കണ്ടുപിടിക്കുക. ഇതേ സമയത്തുള്ള കൂട്ടുപലിശ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക? ഒരു തുകയുടെ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശ 500 രൂപയാണെങ്കിൽ 10% പലിശ നിരക്കിൽ സാധാരണ പലിശ 500 രൂപയാണെങ്കിൽ ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം ടൈം. അതേ സമയത്തുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. PNR/100. ഇതാണ് സാധാരണ പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ. ഇത് ചെയ്തപ്പോൾ നമുക്ക് സാധാരണ പലിശ തന്നിട്ടുണ്ട് 500 രൂപ. ഇത് ചെയ്താൽ നമുക്ക് 500 രൂപ എന്ന ആൻസർ കിട്ടും. 500 എന്ന് ആൻസർ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? നമ്മുടെ തുക കണ്ടുപിടിക്കാം അല്ലേ. തുക കണ്ടുപിടിക്കാം. P എന്നുള്ളതാണ് നമ്മുടെ തുക. P ഇൻറ്റു N തന്നിട്ടുണ്ട് 2 വർഷം, R തന്നിട്ടുണ്ട് 10 അല്ലേ. ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 500. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 100 എന്ത് ചെയ്യും? ഈക്വൽ ടുൻ്റെ മറുസൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ചെയ്തേക്കുന്ന 100 അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്പിൾ ആകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം P ഇൻറ്റു 2 ഇൻറ്റു 10 20. 20 ഈക്വൽ ടു 500 ഇൻറ്റു 100. 500 ഇൻറ്റു 100. ഓക്കെ ആണോ? ഇനി 20 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 20 ഈക്വൽ ടുൻ്റെ മറുസൈഡിലേക്ക് പോകുമ്പം ഇവിടെ ഗുണിച്ചിരിക്കുന്ന 20 മറുസൈഡിൽ പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അതുകൊണ്ട് നമുക്ക് എഴുതാം 500 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 20 എന്ന് എഴുതാം അല്ലേ. 0 ക്യാൻസൽ ചെയ്ത് 10ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 5 എന്ന് കിട്ടും അല്ലേ. 5 ഇൻറ്റു 5 25. 2500 രൂപ. 2500 രൂപയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മുതൽ എന്ന് പറയുന്നത് നമ്മുടെ തുക എന്ന് പറയുന്നത് 2500. ഈ 2500ൻ്റെ 10% സാധാരണ പലിശയാണ് 2 വർഷത്തേക്ക് 500 രൂപ. ഇനി എന്താ നമ്മുടെ ചോദിച്ചിരിക്കുന്നത്? ഇതേ അവസരത്തിലുള്ള കൂട്ടുപലിശ എത്രയാണ്? 2500ൻ്റെ കൂട്ടുപലിശ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ കൂട്ടുപലിശ കാണാൻ എന്ത് ചെയ്യണം? 2500 ഇൻറ്റു ഇവിടെ പലിശ നിരക്ക് 10 ആണെങ്കിൽ അതിൻ്റെ കൂടെ ആരെ കൂട്ടണം? 100 കൂട്ടണം. 110 ഡിവൈഡ് ബൈ 100 അല്ലേ. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കായതുകൊണ്ട് 2 തവണ എഴുതി ഗുണിക്കണം. 110 ഡിവൈഡ് ബൈ 100. ഓക്കെ ആണോ? 0 ക്യാൻസൽ ചെയ്ത് ഈ 2 0യും ഈ 2 0യും ക്യാൻസൽ ചെയ്ത് 25 ഇൻറ്റു 121. 121 ഇൻറ്റു 25 ആൻസർ നമുക്ക് എത്ര കിട്ടും? 3025 എന്ന് കിട്ടും. 3025. ഈ 3025 എന്ന് പറയുന്നത് നമ്മുടെ തുകയും കൂടെ ഉൾപ്പെട്ടതാണ്. 2 വർഷം കഴിഞ്ഞ് കൂട്ടുപലിശയും തുകയും കൂടെ ചേർന്നുള്ളതാണ് 3025. നമുക്ക് കൂട്ടുപലിശ മാത്രം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 3025ൽ നിന്നും നമ്മുടെ തുകയായ 2500 മൈനസ് ചെയ്യണം. 2500 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 525 എന്ന് കിട്ടും. 525. അപ്പോൾ നമ്മുടെ കൂട്ടുപലിശ 2 വർഷത്തേക്ക് 10% പലിശ നിരക്കിലുള്ള കൂട്ടുപലിശ എന്ന് പറയുന്നത് 525 ആൻസർ 1. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ T ആൻഡ് P? ഹൗ മെനി പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ T ആൻഡ് P? Tക്കും Pക്കും ഇടയിൽ എത്ര പേര് ഇരിക്കുന്നുണ്ട്? നേരത്തെ നമ്മളൊരു കണക്ക് ചെയ്തായിരുന്നല്ലോ. ഈ കണക്കിൻ്റെ ബാക്കി ചോദ്യമായിട്ടാണ് അവർ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താ? Tക്കും Pക്കും ഇടയിൽ എത്ര പേര് ഇരിപ്പുണ്ട്? Tക്കും Pക്കും ഇടയിൽ നോക്കിയേ. P ഇവിടെ ഇരിക്കുന്നു, T ഇവിടെ ഇരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര പേരുണ്ട്? 2 പേരുണ്ട്, Rഉം Sഉം. Tക്കും Pക്കും ഇടയിൽ Rഉം Sഉം ഉണ്ട്. 2 പേഴ്സൺസ് ഇരിപ്പുണ്ട്, 2 പേര് ഇരിപ്പുണ്ട്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് x + y ഈക്വൽ ടു 12, y + z ഈക്വൽ ടു 15 ആൻഡ് x + z ഈക്വൽ ടു 18, ദെൻ ഫൈൻഡ് x + y + z. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? x + y എന്ന് പറയുന്ന 12 ആണ്, y + z എന്ന് പറയുന്ന 15 ആണ്, x + z എന്ന് പറയുന്ന 18 ആണ്. എങ്കിൽ x + y + z എത്രയാണ്? എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടുക. x + y കൂട്ടുക. അതിൻ്റെ കൂടെ y + z കൂട്ടുക. y + z കൂട്ടുക. അതിൻ്റെ കൂടെ x + z കൂട്ടുക. എന്താ പറഞ്ഞിരിക്കുന്നത്? XYയുടെ കൂടെ y + z കൂട്ടുക, x + z കൂട്ടുക. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്ന നമുക്ക് എത്ര കിട്ടും നോക്കി? x + y എന്ന് പറയുന്ന 12 ആണ്, പ്ലസ് y + z എന്ന് പറയുന്ന 15 ആണ്, പ്ലസ് x + z എന്ന് പറയുന്ന 18 ആണ്. 18. ഓക്കെ, ഇനി നോക്കിയേ. x + x ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്. x + x എത്ര കിട്ടും? 2x എന്ന് കിട്ടും. 2x പ്ലസ് y + y 2y പ്ലസ് z + z 2z എത്ര കിട്ടും നമുക്ക്? 12 + 15 + 18 എത്ര കിട്ടും?
45 എന്ന് കിട്ടും അല്ലേ, 45 എന്ന് കിട്ടും, 45 എന്ന് കിട്ടും. ഇവിടെ നോക്കി 2 നമ്മളിങ്ങനെ കോമൺ ആയിട്ട് എടുക്കുന്നു, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് അല്ലേ, എല്ലായിടത്തും 2 ഉള്ളതുകൊണ്ട് 2നെ ഇനി കോമൺ ആയിട്ട് പുറത്തിറക്കുന്നു. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 45 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2നെ ഞാൻ ഈക്വൽ ടുവിൻ്റെയും മറു സൈഡിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് മാത്രം അവശേഷിക്കും. 45 ഡിവൈഡ് ബൈ 2, 45 ഡിവൈഡ് ബൈ 2 എത്രയായിട്ട് നമുക്ക് 22.5 എന്ന് കിട്ടും, 22.5. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓപ്ഷൻ 4 അല്ലേ, 22.5 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്ഷൻ ചോദിക്കുകയാണ്, നോക്കാം. ഇത് റീസണിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. റീഡ് ദ ഫോളോവിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ. പി ഈസ് ദ മദർ ഓഫ് ക്യൂ, ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് വൈ, Y is the husband of E, F is the son of Y, G is the brother of E, and N is the father of G. How P related to E? എന്താ പറഞ്ഞേക്കുന്നത്? ഓരോന്നും വരച്ച് നമുക്ക് പറയാം. താഴെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? പി ഈസ് ദ മദർ ഓഫ് ക്യൂ. പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മദറാണ്. പി ഈസ് ദ മദർ ഓഫ് ക്യൂ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മദറാണ്. അപ്പോൾ ഇത് പി ആണെങ്കിൽ ഇത് ക്യൂവിൻ്റെ മദറാണ്, ഇത് മദറാണ്. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? അടുത്ത പറഞ്ഞേക്കുന്നത് ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് വൈ. വൈയുടെ സിസ്റ്ററാണ് ക്യൂ, വൈയുടെ സിസ്റ്ററാണ് ക്യൂ, വൈയുടെ സിസ്റ്ററാണ് ക്യൂ, വൈയുടെ സിസ്റ്ററാണ് ക്യൂ. അപ്പോൾ ഇത് ഇത്രയും പറയുന്നതനുസരിച്ച് ക്യൂവിൻ്റെ മദറാണ് പി, വൈയുടെ സിസ്റ്ററാണ് ക്യൂ. അങ്ങനെയാണെങ്കിൽ വൈയും പിയും തമ്മിലുള്ള ബന്ധം എന്താ? വൈയും പിയും തമ്മിലുള്ള ബന്ധം വൈയുടെ മദറാണ് പി എന്ന് പറയുന്നത് അല്ലേ. ഇത് നോക്കിയേ, ക്യൂ എന്ന് പറയുന്ന പിയുടെ മകളാണ്, അല്ലെങ്കിൽ ക്യൂവിൻ്റെ മദറാണ് പി. അങ്ങനെയാണെങ്കിൽ വൈയുടെയും മദറായിട്ട് വരത്തില്ലേ പി? കാരണം വൈയും ക്യൂവും എന്താണ്? സിസ്റ്ററാണ് അല്ലേ, വൈയിൻ്റെ സിസ്റ്ററാണ് ക്യൂ. ഇനി ഓക്കെ, വൈ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ഇ. വൈ എന്ന് പറയുന്നത് ഇയുടെ ഹസ്ബൻഡാണ്, ഇയുടെ ഹസ്ബൻഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാം. വൈ എന്ന് പറയുന്നത് ഒരു മെയിലാണ്, വൈ എന്ന് പറയുന്നത് മെയിലാണ് അല്ലേ. ഓക്കെ, വൈ എന്ന് പറയുന്നത് ഇയുടെ ഹസ്ബൻഡാണ്, വൈ എന്ന് പറയുന്നത് ഇയുടെ ഹസ്ബൻഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വൈയുടെ വൈഫാണ് ഇ, വൈയുടെ വൈഫാണ് ഇ, വൈയുടെ വൈഫാണ് ഇ. ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി എഫ് ഈസ് ദ സൺ ഓഫ് വൈ. എഫ് എന്ന് പറയുന്നത് വൈയുടെ സണ്ണാണ്, എഫ് എന്ന് പറയുന്നത് വൈയുടെ സണ്ണാണ്, വൈയുടെ സണ്ണാണ് എഫ്. അങ്ങനെയാണെങ്കിൽ ഇയുടെയും സണ്ണായിരിക്കും ആരെന്ന് പറയുന്നത്? എഫ് എന്ന് പറയുന്നത് ഇയുടെയും സണ്ണായിരിക്കും അല്ലേ. കാരണം ഇയുടെ വൈഫാണ് വൈയുടെ വൈഫാണ് ഇ, അതുകൊണ്ട് വൈയുടെയും ഇയുടെയും മകനാണ് എഫ്. ഓക്കെ, ഇനി നോക്കിയേ, ജി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ഇയുടെ ബ്രദറാണ് ജി, ഇയുടെ ബ്രദറാണ് ജി, ഇയുടെ ബ്രദറാണ് ജി. ഓക്കെ, എൻ ഈസ് ദ ഫാദർ ഓഫ് ജി. നീ ഈ ജിയുടെ ഫാദറാണ്, ജിയുടെ ഫാദറാണ് എൻ, ജിയുടെ ഫാദറാണ് എൻ, ജിയുടെ ഫാദറാണ് എൻ. അങ്ങനെയാണെങ്കിൽ ഇയുടെയും ഫാദർ ആയിരിക്കും ആര്? എൻ, ഇയുടെയും ഫാദർ ആയിരിക്കും എൻ. മനസ്സിലായോ? കാരണം ഇയുടെ ബ്രദറാണ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട്, ജി ഈസ് ദ ബ്രദർ ഓഫ് ഇ. ഇയുടെ ബ്രദറാണ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പറയാം ഇയുടെയും ജിയുടെയും ഫാദറാണ് ആരെന്ന് പറയുന്നത്? എൻ എന്ന് പറയുന്നത്. ഇയുടെയും ജിയുടെയും ഫാദറാണ് എൻ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഹൗ പി റിലേറ്റഡ് ടു ഇ. അങ്ങനെയാണെങ്കിൽ പി ഇയുമായുള്ള ബന്ധം, പിയും ഇയുമായുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്, പിയും ഇയുമായുള്ള ബന്ധം അല്ലേ. നോക്കിയേ, വൈയുടെ ഭാര്യയാണ് ഇ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇയുടെ മദർലോയാണ് പി എന്ന് പറയുന്നത്, ഇയുടെ മദർലോയാണ് പി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായോ? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അപ്പോൾ ഒരുപാട് നമ്മളിട്ടിങ്ങനെ കറക്റ്റായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള അവസ്ഥയിലായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതേ നോക്കിയേ, യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇത്രയും കാര്യങ്ങൾ മതി അല്ലേ. പക്ഷേ നമുക്ക് അതും കഴിഞ്ഞ് കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ തന്ന് നമ്മളെ കുറേ വട്ടം ചുറ്റിച്ചിട്ടായിരിക്കും നമ്മളടുത്ത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ആൻസർ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, length of a rectangle is twice its breadth. If perimeter of the rectangle is 78 meter, then what will be the area? എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു റെക്റ്റാങ്കിളിൻ്റെ
ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ടോയ്സ് ഇറ്റ്സ് ബ്രെഡ്ത്ത്, അതിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഇരട്ടിയാണ്. ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 2x ആണ്, ഇരട്ടിയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഏതാ, 4 വശമുള്ള സൈഡ് അല്ലേ, 4 വശമുള്ള രൂപം അല്ലേ. അങ്ങനെ 4 വശമുള്ള ആ രൂപത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് അതിൻ്റെ ഇരട്ടിയായിരിക്കും, 2x ആയിരിക്കും. ഇഫ് പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ ഈസ് 78, പെരിമീറ്റർ തന്നേക്കുന്നു 78. എന്താ പെരിമീറ്റർ? നമ്മൾ ചതുരം എന്ന് പറയുന്ന അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കിനകത്ത് എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ ഏരിയ എന്താണ്, എല്ലാം വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവാണ് അല്ലേ, ചുറ്റുമുള്ള അളവ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റുമുള്ള അളവുകൾ എത്രയാണ്, അതാണ് പെരിമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താ, 2 × L+B. 2 × L+B ആണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ. അതെന്ന് പറയുന്നത് 78 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ ആണോ പറഞ്ഞത്? ഇനി ഇതേ നോക്കിയേ, 2 × ഇവിടുത്തെ ലെങ്ത് എത്രയാണ്, 2x ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് എക്സ് ആണെന്ന് എടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ ഈക്വൽ ടു 78. നോക്കിയേ, 2 ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 നമ്മൾ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുമ്പോൾ എന്താവും, അത് ഡിവിഷൻ ആകും. 2x + x 3x, 2xൻ്റെ കൂടെ x കൂട്ടിക്കഴിഞ്ഞാൽ 3x. 3x = 78/2 അല്ലേ. 78/2 എത്ര കിട്ടും, 78/2 39 എന്ന് കിട്ടും അല്ലേ. 3x = 39 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം x = അങ്ങനെയാണെങ്കിൽ x = എത്ര കിട്ടും, 39/3 അല്ലേ, 13 എന്ന് കിട്ടും. 13 എന്ന് കിട്ടും. അപ്പോൾ 3യുടെ അളവ് എന്ന് അപ്പോൾ x എന്ന് പറയുന്നത് 13 എന്ന് കിട്ടും. x എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ x എത്ര കിട്ടും, 13 എന്ന് കിട്ടും. x എന്തായിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്, ബ്രെഡ്ത്ത് 13 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ലെങ്ത് അല്ലേ. അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്ന 13ൻ്റെ ഇരട്ടി 26, 13ൻ്റെ ഇരട്ടി 26 ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പം 13 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ലെങ്ത് 26. നമ്മുടെ അടുത്ത് കാണാൻ ചോദിച്ചിരിക്കുന്നത് എന്തോ, വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണം വീതി, അതാണ് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത്. ഇവിടുത്തെ ലെങ്ത് 26ഉം ബ്രെഡ്ത്ത് 13ഉമാണ് അല്ലേ. 26 × 13 സിമ്പിൾ അല്ലേ. ആൻസർ എത്ര കിട്ടും നമുക്ക്, 338 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 338 മീറ്റർ സ്ക്വയർ അല്ലേ, 338 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ 2. ഓക്കെ ആണോ, പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ബ്രെഡ്ത്ത് പറഞ്ഞിട്ടില്ല, ബ്രെഡ്ത്തിൻ്റെ ഇരട്ടിയാണ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 2 × L+B ആണ്. അതിൽ നിന്നും നമ്മൾ x കണ്ടുപിടിക്കുന്നു. x എന്ന് പറയുന്ന ബ്രെഡ്ത്ത് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് ലെങ്ത്. അങ്ങനെ ബ്രെഡ്ത്ത് കിട്ടിയാൽ നമുക്ക് അതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാം, ലെങ്ത് കണ്ടുപിടിക്കാം. ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, ഏരിയ കണ്ടുപിടിക്കാനാണ് അല്ലേ. ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്ത് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു, 338 മീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ G റിലേറ്റഡ് ടു Y. അങ്ങനെയാണെങ്കിൽ കുറച്ച് മുമ്പ് 2 ക്വസ്റ്റ്യൻ മുമ്പ് നമ്മൾ റിലേഷൻ പഠിച്ചായിരുന്നു അല്ലേ. ആൾക്കാർ തമ്മിലുള്ള റിലേഷൻ പഠിച്ചായിരുന്നു. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യനായിട്ട് ഇത് ഇവിടെ ചോദിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജിയും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ജിയും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ് നോക്കാം. ജിയും വൈയും തമ്മിലുള്ള റിലേഷൻ ഇത് ജി ആണ്, ഇത് വൈ ആണ് അല്ലേ. ജിയും വൈയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ജിയും വൈയും ഈ രണ്ടാൾ നോക്കിയേ, വൈയുടെ വൈഫാണ് ഇ അല്ലേ. വൈയുടെ വൈഫാണ് ഇ എന്ന് പറഞ്ഞു. വൈയുടെ വൈഫാണ് ഇ. ഈ വൈഫിൻ്റെ ബ്രദറാണ് ജി. ഈയുടെ ബ്രദറാണ് ജി. അങ്ങനെയാണെങ്കിൽ ഈ വൈയും ജിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? വൈയും ജിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? അളിയൻ അല്ലേ. അളിയൻ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയും. നമ്മുടെ ഭാര്യയുടെ സഹോദരൻ അളിയൻ അല്ലേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഓപ്ഷൻ വരുന്നത്? ബ്രദർ ഇൻ ലോ ആണ് നമ്മുടെ ഓപ്ഷൻ. ബ്രദർ ഇൻ ലോ. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ബ്രദർ ഇൻ ലോ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് 308 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് ഹൈറ്റ് ഈസ് 40 സെൻറ്റിമീറ്റർ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദി സിലിണ്ടർ? ഇവിടെ നോക്കിയ ഒരു സിലിണ്ടർ തന്നിട്ടുണ്ട്. ഇതാണ് ഒരു സിലിണ്ടർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ ഈ കർവ്ഡ് ഏരിയ എന്ന് വെച്ചാൽ ഈ ഉരുണ്ടിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഈ ഉരുണ്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ
ഏരിയ തന്നിട്ടുണ്ട് 308 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 14 സെൻറ്റിമീറ്റർ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദി സിലിണ്ടർ? അങ്ങനെയാണെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ വോളിയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വോളിയം ചോദിച്ചിരിക്കുന്നു. വോളിയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആദ്യം അങ്ങ് എഴുതണം. വോളിയം ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. പൈ ആർ സ്ക്വയർ എച്ച് ഇതാണ് വോളിയം എന്ന് പറയുന്നത്. വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച്. എല്ലാത്തിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്താണെന്നറിയാമോ? ഈ പൈ ആർ സ്ക്വയർ എച്ച് അല്ലെങ്കിൽ ഓരോ സാധനത്തിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ പാദവിസ്തീർണം ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. പാദവിസ്തീർണം ഇൻറ്റു ഹൈറ്റ്. പാദവിസ്തീർണം ഇൻറ്റു ഹൈറ്റ്. വിസ്തീർണം ഇൻറ്റു ഹൈറ്റ്. പാദവിസ്തീർണം ഇൻറ്റു ഹൈറ്റ്. പാദവിസ്തീർണം എന്ന് വെച്ചാൽ ബേസിലുള്ളതിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസിലുള്ളത് ഏത് രൂപം ആദ്യം നോക്കിയേ? സർക്കിളാണ്. ബേസിലുള്ളത് സർക്കിളാണ് അല്ലേ? സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ. അതേ ഇൻറ്റു എച്ച് ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിലിണ്ടറിൻ്റെ ഏരിയ കിട്ടും. പൈ ആർ സ്ക്വയർ എച്ച്. ഇതിനകത്ത് നമുക്ക് എച്ച് കിട്ടിയിട്ടുണ്ടല്ലേ? എച്ച് നമുക്കറിയാം 14. പൈ നമുക്കറിയാം 22/7. ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം കണ്ടുപിടിക്കാം. ആറുണ്ടെങ്കിൽ നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ ആറിനെ കണ്ടുപിടിക്കാനായിട്ട് അവർ തന്നിട്ടുണ്ട് 308 ഈ സർഫസ് ഏരിയ. ഇനി സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നോക്കിക്കോ. ഈ കർവ്ഡ് സർഫസ് ഏരിയ, സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2πRh ആണ്. 2πRh ആണ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സർഫസ് ഏരിയ 2πRh. ഓക്കെ, ഇതിനകത്തിലോട്ട് വാല്യൂ ഇട്ട് നോക്കിയാൽ ഇത് 308 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ വാല്യൂ ഇട്ട് നോക്കിയാൽ 2 × 22/7 ഇൻറ്റു 6 നമുക്കറിയില്ല, എച്ച് അറിയാം 14 ആണെന്നറിയാം. എച്ച് 14 ഈക്വൽ ടു 308. ഓക്കെ ആണോ? ഈ 7ഉം 14ഉം കൂടെ ഞാൻ വിട്ടുന്നു. എത്ര? 2 കൊണ്ട് അല്ലേ? ഈ 7 14 ഇനി ഓക്കെ, 2 × 22 44. 44 × 2 88 അല്ലേ? 44 × 2 88. R ഈക്വൽ ടു 308 ആണെങ്കിൽ R ഈക്വൽ ടു 308 ഡിവൈഡഡ് ബൈ 88. 308 ഡിവൈഡ് ബൈ 88 എത്ര കിട്ടും നമുക്ക്? ഒറ്റടിക്ക് 308/88 നമുക്ക് ചെയ്യാൻ പാടുണ്ടെങ്കിലേ നമ്മൾ ഈ 88 കിട്ടുന്നതിന് മുമ്പ് അതിനെ എങ്ങനെ എഴുതിയേ? 2 × 22 × 2 അല്ലേ? അത് അതേപോലെ കൊണ്ടുവരിക. 2 × 22 × 2 അല്ലേ? അതിനെയല്ലേ നമ്മൾ 88 എന്ന് കണ്ടുപിടിച്ചത്. 88 ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 88. ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പം ചെയ്യാം. 2ഉം 308 കൂടെ വെട്ടാം. 308 കൂടെ വെട്ടുമ്പോൾ 154 കിട്ടും അല്ലേ? 2 കൊണ്ട് വെട്ടുമ്പോൾ 154 കിട്ടും. 154 വീണ്ടും നമ്മൾ ഈ 2 വെട്ടുന്നു 77 കിട്ടും അല്ലേ? 77. ഇനി നോക്കിയേ, 22ഉം 77 കൂടെ വെട്ടാം. ഇവിടെ 7 കിട്ടും, ഇവിടെ 2 കിട്ടും. 11 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 7/2 എന്ന് കിട്ടും. 7/2 നമ്മൾ 6 കണ്ടുപിടിച്ചു. 7/2 6ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? 7/2. അങ്ങനെയാണെങ്കിൽ ഇനി വോളിയം കണ്ടുപിടിക്കാം. വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. പൈ എന്ന് പറയുന്നത് 22/7 ഇൻറ്റു ആർ എന്ന് വെച്ചാൽ നമുക്ക് 7/2 കിട്ടി അല്ലേ? 7/2. ഇവിടെ ആർ സ്ക്വയർ ആയതുകൊണ്ട് 2 തവണ എഴുതി കുടിക്കുക. 7/2 × 7/2 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 14 എഴുതി. ഓക്കെ ആണോ? ഇനി നോക്കിയേ, 7ഉം 14ഉം കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു 2 കൊണ്ട്. 7ഉം 14ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു 2 കൊണ്ട്. ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഓക്കെ ആണോ പറയുന്നത്? 2ഉം കൂടെ ക്യാൻസൽ ചെയ്തു. ഇവിടുത്തെ 2ഉം ഈ 22ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. എത്ര ഉണ്ട്? 11 കിട്ടും അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. അപ്പോൾ ഇനി എന്തൊക്കെ അവശേഷിക്കുന്നുണ്ട്? മേളിൽ 11 ഇൻറ്റു എന്തൊക്കെ അവശേഷിക്കുന്നുണ്ട്? 11 × 7 × 7 മാത്രം. താഴെ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, എല്ലാം വെട്ടിപ്പോയി. അപ്പം 11 × 7 × 7 7 × 7 49. 49 × 11 എത്ര കിട്ടും? ആൻസർ 539 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. 539 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്താണോ ക്വസ്റ്റിനിൽ കണ്ടുപിടിക്കേണ്ടത് ആദ്യം എഴുതി നോക്കുക. വോളിയമാണ് പൈ ആർ സ്ക്വയർ എച്ച് എന്നുള്ളതാണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. ഇതിനകത്ത് എച്ച് തന്നിട്ടുണ്ട്. ആറിനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6ഉം കൂടെ വേണം വോളിയം കണ്ടുപിടിക്കാൻ അല്ലേ? അപ്പോൾ 6 കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ഹിൻഡ് തന്നിട്ടുണ്ടോ? അവർ പറഞ്ഞിട്ടുണ്ട് കർവ്ഡ് സർഫസ് ഏരിയ 308 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കറിയാം 2πRh ആണ് കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. അതിനകത്ത് എച്ച് ഉണ്ട്. 6 കണ്ടുപിടിക്കാൻ 6 കണ്ടുപിടിച്ചിട്ട് നേരെ വോളിയത്തിൽ ഇട്ട് കൊടുത്തു. നമ്മൾ വോളിയം കണ്ടുപിടിച്ചു. ഓക്കെ ആണോ?